ഹലോ ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷ്ന. അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ വില്ലേജ് ഫീൽഡ് പരീക്ഷയ്ക്ക്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നവർ, പക്ഷെ എങ്ങനെ തുടങ്ങണം, എന്ത് തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ആളുകളും ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് ഉണ്ട്. ആ സിലബസിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇനി മാറ്റങ്ങൾ വരണമെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ് വരാനുള്ള ഒരു സാധ്യതയുള്ളൂ. ബാക്കി ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ വലിയ മാറ്റങ്ങളൊന്നും വരാനുള്ള ഒരു ഏരിയ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെ പഠിച്ചു തുടങ്ങണം. അപ്പം ഈ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം എന്ന് കൂടി ആദ്യം ഞാൻ പറയട്ടെ. ഒരു ബിഗിനർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ PSCയുടെ ഒരു ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വരാനായിട്ട്, ആ ഒരു മേഖലയിലേക്ക് ഒന്ന് ട്രാക്കിലാവാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് PYQ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്, SCRT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകം ഇല്ലേ, 5 തൊട്ട് ഞാൻ പറയുവാണെങ്കിൽ 10 വരെയുള്ളത് ഫസ്റ്റ് പഠിക്കാം. അതിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതാണോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പൊ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ SCRTക്ക് പഠിക്കണം, ഏതെല്ലാം മേഖലകൾ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ വരുന്ന വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട് കേട്ടോ. വരുന്ന വീഡിയോസിൽ ഞാൻ അത് ഓരോന്നോരോന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ SCRT സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നമ്മൾ സിലബസ് വെച്ചിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ. ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നോക്കിക്കേ, മാർക്ക് കൂടുതൽ വരുന്ന ഏതാണ്, മലയാളത്തിന് 10, ഇംഗ്ലീഷിന് 10, അതുപോലെ മാത്സിന് 10, കറണ്ട് അഫേഴ്സിന് 20. അപ്പം 20, 30, 40, 50. ഇവിടെ തന്നെ 50 മാർക്കാണ് നമുക്ക് എവിടെ വരുന്നത്, ഇത്രയും ഏരിയയിൽ നിന്ന് വരുന്നത് അല്ലെ. ഇനി ബാക്കി നമുക്ക് അടുത്ത മാർക്ക് കൂടുതൽ നോക്കിയാൽ കറണ്ട് അഫേഴ്സ്, കലാ, കായികം, സാഹിത്യം, സംസ്കാരം, കൂടുതലായിട്ടും കറണ്ട് അഫേഴ്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ 6ഉം 3ഉം 3ഉം എത്രയാണ്, 12 മാർക്കാണ് സയൻസ് സബ്ജക്റ്റിന് വരുന്നത് അല്ലെ. അപ്പൊ ഇത് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണ്, 12 മാർക്കിന്റെ സയൻസ് വിഷയങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ കേരളം, ഭരണം, ഭരണ സംവിധാനം, ഇന്ത്യൻ ഭരണഘടന, ഇക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി. ഈ ഇക്കണോമിക്സിന്റെയും ജോഗ്രഫിയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്, വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. അതിൽ നമുക്ക് എന്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും ബേസിൽ നിന്ന് പഠിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾക്ക് സയൻസിലൊന്നും വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൊമേഴ്സ് ഫീൽഡിൽ നിന്ന് വരുന്നവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും, അതായത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രത്യേകത എന്താടാ, അത് ആ കുട്ടികൾക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും അതിലെ കണ്ടന്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുന്നത് അല്ലെ. അപ്പൊ നമുക്കത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അനാലിസിസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് എന്താണ്, മെയിൻ ആയിട്ടും SCRT 5ാം ക്ലാസ്സിലെ സയൻസിൽ നിന്ന് എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങുക. അതേപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് ആണ്. അപ്പൊ പഠിക്കുമ്പം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോ ഡേയിൽ ഓരോ ടൈം ടേബിൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ദിവസം ഇത്ര പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങൾ ഏതൊരു മെറ്റീരിയൽസ് ആണോ, ഏതൊരു ക്ലാസ് ആണോ, ഏതൊരു യൂട്യൂബ് എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, നമുക്ക് എന്തൊരു കാര്യത്തിനും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം. ആ പ്ലാനിങ് ഇല്ല എങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ പാളിപ്പോവും. റിയലി ഞാൻ പറയുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ ഒന്ന് കമാൻഡ് കൊടുക്കുക. എനിക്ക് ഇന്ന രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം വരണമെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, നമ്മൾ പ്ലാൻ ചെയ്യണം, വേണ്ടേ. അപ്പൊ അതുപോലെ ഇപ്പൊ നമുക്കൊരു കല്യാണം ആണെങ്കിൽ പോലും നമ്മൾ 1-2 മാസം മുൻപ് തന്നെ ഡ്രസ്സ് എടുത്ത് വെക്കും, ആളുകളെ ക്ഷണിക്കും, എല്ലാം ഒരു കറക്റ്റ് ഓർഡറിൽ പോയാലല്ലേ ആ കല്യാണം ഭംഗിയായിട്ട് നടക്കുള്ളൂ. അല്ലാതെ കല്യാണത്തിന് ഒരാഴ്ചക്ക് മുൻപ് നമ്മളെ ഡ്രസ്സ് എടുക്കാനും ഇതെല്ലാം കൂടി പോയി കഴിഞ്ഞാൽ ആകെ കൊളവായി ടെൻഷൻ അടിച്ച് എന്താവും, വലിയ സീനാവും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എക്സാം വന്നിട്ട് പഠിക്കാനിരിക്കട്ടെ എന്ന് മുൻപ് തന്നെ നിങ്ങൾക്ക് പറ്റ മാത്സ് ആണ് വീക്ക്, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല, അങ്ങനെയാണ് ഏറ്റവും ബേസ് മുതൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഒരു ദിവസം 3 സബ്ജക്ട് വെച്ച് പഠിച്ചു തുടങ്ങാം. തുടക്കത്തിൽ തന്നെ SCRT ചെയ്ത് തുടങ്ങാം. ഇനി ആ ഒരു ട്രാക്കിലേക്ക് ആവണമെങ്കിൽ പഠിക്കുന്ന ടോപ്പിക്ക് സയൻസ് ആണെങ്കിൽ സയൻസ് എപ്പോഴും നിങ്ങൾ ബേസിക് നമ്മുടെ SCRTന്ന് പഠിച്ചു തുടങ്ങുക.
അപ്പൊ ഇതിന് ടൈം ടേബിൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ദിവസം നിങ്ങൾ എന്ത് പഠിക്കണം, കൃത്യമായിട്ട് 3 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം 3 ക്ലാസ്, അതിന്റെ PDF നോട്ട്സ്, അതിന്റെ എക്സാം. അതായത് ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നവരാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് നിങ്ങൾക്ക് അറിയില്ല അല്ലെ. അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ് തന്ന് അതിന്റെ എക്സാം ഇട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. മെന്റർ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ പഠനമൊക്കെ ഫോളോ അപ്പ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത്, ഏതെല്ലാം മേഖലകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു കോഴ്സിൽ തരുന്നുണ്ട്. അപ്പൊ അതിനു മുൻപ് ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ടൈം ടേബിൾ എങ്ങനെയാണ്, ഡേ 1 നിങ്ങൾക്ക് ഇപ്പൊ മാത്സ് ആണ് എങ്കിൽ മാത്സിൽ തന്നെ നിങ്ങളെ ഡിവിസിബിലിറ്റി കൂട്ടാനും കുറയ്ക്കാനും തൊട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഏറ്റവും മെയിൻ ആദ്യം ഹരണത്തിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് മാത്സ് ക്ലാസ് AZBയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇംഗ്ലീഷിനൊരു ക്ലാസ് ഉണ്ടാവും. ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി, കേരളത്തിലെ തന്നെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇംഗ്ലീഷില് നൗണിൽ നിന്ന്, നാമത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത്. പിന്നെ നമ്മളൊരു ജോഗ്രഫി, ഹിസ്റ്ററി, ഫാക്ട് എടുക്കുമ്പോൾ കൂടുതൽ ജോഗ്രഫിയാണ്. അത് രസമായിട്ട് നമുക്ക് പഠിച്ചു പോവാൻ കുറച്ചുകൂടെ രസകരമായിട്ട് നമ്മുടെ പ്രകൃതിയെ അറിഞ്ഞു പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ജോഗ്രഫി. ഈ ജോഗ്രഫിയുടെ ഏറ്റവും ബേസ് ഭൂപ്രകൃതിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഭൂപ്രകൃതിയിൽ നിന്ന്. എന്നിട്ട് ഈ 3 ക്ലാസ് നിങ്ങൾ കണ്ടതിന് ശേഷം ടെസ്റ്റ് ചെയ്ത്, ഓരോ ദിവസവും ടെസ്റ്റ് ഉണ്ട്, എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒന്ന് PPT പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തപ്പം സമയക്കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തത്. ഇതിനകത്ത് ഭൂപ്രകൃതി, അതിന്റെ ഒരു എക്സാം ഉണ്ടാകും. ആ എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് കുറവാണോ വീണ്ടും റീ അറ്റംപ്റ്റ് ചെയ്യാം. ആ ഫസ്റ്റിൽ നിങ്ങൾക്ക് നല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾ സെക്കൻഡ് ഡേയിലേക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ വിടത്തുള്ളൂ. അപ്പൊ അതിന് കൂടെ നിങ്ങളുടെ മെന്റർ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എന്താ പഠിക്കുന്നത്, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഫ്രഷ് ആയിട്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു കോഴ്സിലേക്ക് വന്നാൽ 100% നമ്മൾ ക്വാളിറ്റി വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും എക്സാമുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടു നോക്കാം, നമ്മൾ ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കാം. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ, നിങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതുപോലെ VFA സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളുടെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി കണ്ടന്റ് SCRT, PYQ, റിവിഷൻ, മെന്റർഷിപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. മാത്രമല്ല ഓരോ ഡേയിലും ഒരു ദിവസം നിങ്ങൾ ഇത്ര പഠിച്ചു പ്രോപ്പർ സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് 3 ക്ലാസ്സേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴേ മുതൽ പഠിച്ചു പോവാണെങ്കിൽ നിങ്ങൾക്ക് 3 ഒക്കെ വെച്ച് പതുക്കെ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. എക്സാം അടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കഴിയും. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ലൈവ് സെഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Till then, bye bye and thank you so much.